പത്തരമാറ്റിലെ പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അനിയാണെങ്കിൽ മൂർത്തി മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ നയനേട്ടത്തിയെ വിളിച്ചെന്നും. അപ്പം ആ സമയത്ത് ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഏട്ടത്തി വന്ന ഉടനെ ഫോൺ വാങ്ങിച്ച് തിരിച്ച് വിളിക്കുന്നുണ്ട്. അത് മുത്തശ്ശനാണെന്ന് എനിക്കൊരു തോന്നലൊക്കെ ഉണ്ടായി. അപ്പം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ മൂർത്തി നോക്കുന്നുണ്ട്. പക്ഷേ അനി വിടുന്നില്ല. അവസാനം സമ്മതിക്കുന്നുണ്ട്. ഞാൻ പറയാം, കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ ഇത് മറ്റാരും അറിയില്ലേ. എനിക്ക് നയനയോടും ആദർശനോടും ഒരു പിണക്കവുമില്ല. പക്ഷേ ഇത് ആദർശൻ്റെ പരീക്ഷണ സമയമാണ്. ഈ കാര്യങ്ങളൊന്നും നീ മറ്റാരോടും പറയല്ലേ. എനിക്ക് ആദർശനോട് ഒരു പിണക്കവും ഇല്ല എന്ന് മുത്തശ്ശൻ പറയാണ്. അതിനുശേഷം നമ്മുടെ ആദർശും നയനയും നന്ദും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, ആരോ നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ട്, ആരോ നമ്മളെ മറഞ്ഞു നിന്ന് സഹായിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. നവ്യയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ ഓഫീസിലാണെങ്കിൽ നവ്യയും അഭിയും കൂടെ സംസാരിക്കുകയാണ്. അഭി ആകപ്പാട് ദേഷ്യത്തിലാണ്. കാരണം ഈ പ്രാവശ്യവും ബിസിനസ് ഡീലിൽ നഷ്ടമായതിൻ്റെ ഒരു ദേഷ്യത്തിലാണ്. ആരോ ഈ കമ്പനിയിൽ നിന്ന് ഒറ്റുന്നുണ്ടെന്ന് പറയാണ്. അപ്പം നവ്യയ്ക്കൊരു ചെറിയ സംശയമുണ്ട്, ഇനി അഭിക്ക് എങ്ങനെ നവ്യയെ സംശയം ഉണ്ടോയെന്ന്. അതാരാന്ന് കണ്ടുപിടിക്കണമെന്ന് അഭി പറയുന്നുണ്ട്. അച്ഛന് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറയാണ്. അപ്പം നവ്യയ്ക്കാണ് ഏതച്ഛനാന്നും പറഞ്ഞുകൊണ്ട് ഞെട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അബിയുടെ വായിൽ നിന്ന് അങ്ങ് വീണും പോയി. അബി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.